അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിൽ വലിയ നാശനഷ്ടമാണ് ഗുജറാത്തിലും അഹമ്മദാബാദിലും സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അവരുടെ ഉറ്റവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടേതാണ്. അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ആശുപത്രിയുടെ മോർച്ചറി പരിസരത്ത് വന്ന് മൃതദേഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഈ ഹോസ്റ്റൽ ഇത് തകർന്നു വീണ ഹോസ്റ്റലിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള നിരവധി പേർക്കാണ് ആ ജീവൻ നഷ്ടമായത്. 25 പേർക്കെന്നതാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 242 പേർ ഈ വിമാനത്തിൽ 241 പേർ വിമാനത്തിലും അതുപോലെ തന്നെ 24 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രദേശവാസികളും. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. भैया आपका किसका लॉस हो गया? लॉस तो हमारा हो ना, हमारा भतीजा मर गया। उसका वो जो क्रैश हो गया ना उसका सामने था आपका? हाँ, उसके सामने थे, साइड में रहते थे वो। अभी सरकार क्या बोलता है? अभी तो कुछ बोला नहीं। डीएनए टेस्ट सब हो गया है लेकिन अभी तक लाश नहीं दी। पूरा कितने लोग मरा है? अभी तक 300 से आसपास होगा। जो लोकल वाला है ना, अभी वो फ्लाइट के अंदर 240 मर गया. वो लोकल वाला कितना? लोकल 100 से आसपास होगा। हाँ, कि आजू बाजू सब रहते थे उधर कैंटीन थी, उधर वो बच्चे मिल गए। वहाँ कैंटीन के डॉक्टर खाने के लिए आए थे, वो भी मर गए सब। अभी कितना फैमिलीज था वहाँ आसपास में? फैमिली तो होगी, उधर सारी फैमिली रहती है, डॉक्टर है उसकी। എന്തായാലും അവർ പറയുന്നത് ഇയാളുടെ വീട്ടിൽ ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 100-ലധികം പ്രദേശവാസികളെ നഷ്ടപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നവർ പറയുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരാണ്. അതുപോലെ തന്നെ നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, സർക്കാർ പറഞ്ഞ കണക്കുകൾ പ്രകാരം 21 പ്രദേശവാസികൾ അതുപോലെ തന്നെ 4 വിദ്യാർത്ഥികളുടെ മരണവുമാണ് സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബാക്കി കണക്കുകൾ എങ്ങനെയാണ്? അപ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള ആശങ്കകളാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടം, കാരണം ഇത്രയും പേർ രാവിലെ മുതൽ തന്നെ അവരുടെ ഉറ്റവരെ തേടി ഈ ആശുപത്രിയുടെ മോർച്ചറി പരിസരത്ത് കാത്തു നിൽക്കുകയാണ്. എന്തായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. അഹമ്മദാബാദിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് PR, മീഡിയ 1.